സോ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസോ ടൂൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലാസോ ടൂൾസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, ലാസോ ടൂൾസിൻ്റെ ആദ്യത്തെ ടൂള്, അതായത് സാധാരണ ലാസോ ടൂള് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് അതായത് ലാസോ ടൂൾ, അതായത് സിമ്പിൾ ലാസോ ടൂളാണ് നമ്മൾ കണ്ടത്. ഇനി പോളിഗണൽ ലാസോ ടൂള് ഇന്ന് സാധിക്കുമെങ്കിൽ, ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂള്, ഇത് രണ്ടും കൂടി നോക്കണം. ഇപ്പോൾ ലാസോ ടൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മൗസ് കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ വരച്ചുകൊണ്ട് പോവാം. കാരണം മൗസിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ല. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് പോയി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഒരു പോളിഗൺ, അതായത് റെക്റ്റാങ്കിൾ പോലത്തെ സെലക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ ഈ ലാപ്ടോപ്പ് പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ചില ബിൽഡിങ്സ്, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഏത് സംഭവവും സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സൂം ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാം. ഇതാണ് പോളിഗണൽ ലാസോ ടൂളിൻ്റെ ഒരു മെയിനായിട്ട് പോളിഗണൽ ലാസോ ടൂൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു പരിപാടി ഇതാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സെലക്ഷൻ, ഒരുതരം റെക്റ്റാങ്കുലർ സെലക്ഷൻ. അപ്പം ഇങ്ങനെ നമുക്ക് ആ പറയുന്ന പോളിഗണൽ ലാസോ ടൂൾ കൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ മാത്രമല്ല, പോളിഗൺ പോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ട്രയാങ്കിൾ, അതുപോലെ തന്നെ ഈ 6 സൈഡുള്ള ഹെക്സഗൺ, അതൊക്കെ നമുക്ക് വളരെ ഈസി. അങ്ങനത്തെ ഓബ്ജക്ട്സ്, ഇപ്പോൾ ബിൽഡിങ്സ്, കെട്ടിടങ്ങളില്ലേ ബിൽഡിങ്സ്, അതൊക്കെ നമ്മൾക്ക് ഈ പോളിഗണൽ ലാസോ ടൂൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ ഈ പോളിഗണൽ ലാസോ ടൂളിന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം ഞാൻ ഈ പറയുന്ന മാർക്ക് യു ടൂൾ യൂസ് ചെയ്യുമ്പോൾ, റെക്റ്റാങ്കുലർ മാർക്ക് യു ടൂള് യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന ആഡ്, മൈനസ്, സബ്സ്ട്രാക്റ്റ്, ഇൻ്റർസെക്ഷൻ, അതായത് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം, സെലക്ഷൻ തന്നെ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം, ഇൻ്റർസെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് എല്ലാ സെലക്ഷൻ ടൂൾസിനും ഈ പറയുന്ന സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്, പക്ഷെ ഒന്നും കൂടി റിപ്പീറ്റേഷൻ. ഇപ്പോൾ പോളിഗണൽ ലാസോ ടൂള് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് എനിക്ക് ഷോർട്ട് കട്ട് കീ, അതായത് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഇവിടെ നിന്ന് എടുക്കുന്നതിന് പകരം ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു. ആദ്യം സെലക്ട് ആവട്ടെ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എനിക്ക് ആഡ് ചെയ്യാം. കണ്ടപ്പോൾ ആഡിങ് ആണ് നടക്കുന്നത്. അപ്പം ഞാനിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അപ്പം അങ്ങനെ എനിക്ക് ആഡ് ചെയ്ത് പോവാം. ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ആഡിങ് ആണ് ഇവിടെ നടന്നത്. കാരണം ഞാൻ ആദ്യം ഒരു ചെറിയ സെലക്ഷൻ എടുത്തു, ഇനി ഈ ചെറിയ സെലക്ഷനിൽ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ആഡ് ചെയ്യാം.
അങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഇനി എനിക്ക് ഇത് മൈനസ് ചെയ്യാനും പറ്റും. ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ട് കണ്ടപ്പോൾ മൈനസാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ മൈനസ് ചെയ്ത് എനിക്കത് ഇല്ലാതാക്കാൻ തന്നെ, സെലക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ തന്നെ പറ്റും. അപ്പോൾ ആഡിങ്, അതുപോലെ തന്നെ ആഡിങ്, മൈനസ്, പിന്നെ ഏതാ ഉള്ളത്, പിന്നെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഏരിയ, അതായത് അത് ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്യണം. ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്തിട്ട് കോമൺ ഏരിയ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കോമൺ ഏരിയ കിട്ടി. ഇനി വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് ഈ പറയുന്ന ലാസോ ടൂളിന് ഷോർട്ട് കട്ട് കൊടുത്തിരിക്കുന്ന എല്ലാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ എല്ലാത്തിനും സെയിം എല്ല് തന്നെയാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് സാധാരണ ലാസോ ടൂള്, ഈ ഒരു ലാസോ ടൂളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഗണൽ ലാസോ ടൂള് കിട്ടി. ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒന്നും കൂടി എല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂള് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോളിഗണൽ ലാസോ, മാഗ്നറ്റിക് ലാസോ, സാധാ ലാസോ ടൂള്, അങ്ങനെ മാറി മാറി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറൊരു ഷോർട്ട് കട്ട് കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് അതിത്തിരി എക്സ്പെർട്ട്, അതായത് അത് ഫോട്ടോഷോപ്പിൻ്റെ എക്സ്പെർട്ടുകളാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലാസോ ടൂള് ഈ പറയുന്ന നോർമൽ ലാസോ ടൂൾ, അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ച് സെലക്ട് ചെയ്യണം. അതായത് മൗസ് കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ വരച്ച് സെലക്ട് ചെയ്യുന്ന ഒരു രീതിയെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കിത് കുറച്ചും കൂടി എളുപ്പം പോളിഗണൽ ലാസോ ടൂളാണ് എന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എല്ല് പ്രസ് ചെയ്ത് ഷിഫ്റ്റും എല്ലും പ്രസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല, കാരണം മൗസിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ സെലക്റ്റായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ട് പ്രസ് ചെയ്യണം. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ മൗസിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ, കാരണം മൗസിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് വരക്കുന്നത്, അപ്പോൾ മൗസിൽ നിന്ന് എനിക്ക് കൈയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ആൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസിൽ നിന്ന് കൈയെടുക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോളിഗണൽ ലാസോ ടൂളായിട്ട് മാറും. എന്നിട്ട് എനിക്ക് പോളിഗണൽ ലാസോ ടൂൾ കൊണ്ട് വളരെ എളുപ്പം ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അതായത് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ സ്പേസ് ബാറിൽ നിന്ന് കൈയെടുക്കുക. എന്നിട്ട് അതായത് ഈ പറയുന്ന സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് ബട്ടണിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ അത് സൂം ഔട്ടായി പോകും. ഞാൻ കാണിച്ചു തരാം. മൗസ് ബട്ടണിൽ നിന്ന് ഞാൻ സ്പേസ് ബാറും ആൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൗസ് ബട്ടണിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ സൂം ഔട്ടായി പോകും. അപ്പോൾ ആ ഒരു പുലിവാല് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന സ്പേസ് ബാർ, അതായത് ഈ സ്പേസ് ബാർ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്യുക, പിന്നെ സ്പേസ് ബാറിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് വേണം നമ്മൾ മൗസിൽ നിന്ന് കൈയെടുക്കാൻ, എന്നിട്ട് പിന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇത് കുറച്ച് പ്രാക്ടീസ് വേണം. സ്പേസ് ബാറിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് മൗസിൽ നിന്ന് കൈയെടുക്കുക. അപ്പോൾ പോളിഗണൽ ലാസോ ടൂളായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് സാധാരണ ലാസോ ടൂള് വേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യണം, ആൾട്ടിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് വരച്ചുകൊണ്ട് പോവുക.
കാരണം ഈ സാധാ ലാസോ ടൂൾ യൂസ് ചെയ്യുന്ന നേരത്ത് ഒരിക്കലും മൗസിൽ നിന്ന് കൈയെടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് സെലക്ഷൻ ക്ലോസ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ട് പോവാം. ആൾട്ട് പ്രസ് ചെയ്തിട്ട് പോളിഗണൽ ലാസോ ടൂളാക്കി മാറ്റിയിട്ട് അങ്ങനെയും പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആപ്പിൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോളിഗണൽ ലാസോ ടൂള് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതായത് ലാസോ ടൂള് വേണ്ടപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് വരക്കുക. എന്നിട്ട് നമുക്ക് പോളിഗണൽ ലാസോ ടൂള് എപ്പോഴാണ് വേണ്ടത് ആൾട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് മൗസിൽ നിന്ന് കൈയെടുക്കുക. അപ്പോൾ പോളിഗണൽ ലാസോ ടൂള് കിട്ടി. എന്നിട്ട് അതുകൊണ്ട് വരച്ച് പോവുക, എന്നിട്ട് അതുകൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. ആൾട്ട് പ്രസ് ചെയ്യുക, മൗസിൽ നിന്ന് കൈവിടുക, പോളിഗണൽ ലാസോ എടുക്കുക. സോ അതാണ് പോളിഗണൽ ലാസോ ടൂള്. അപ്പോൾ മാഗ്നറ്റിക് ലാസോ ടൂള് പഠിക്കാൻ ഇന്ന് ഏതായാലും സമയമില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.